ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് മാത്രമല്ല, അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ചയോളമായി ഞാനിവിടെ വന്നത്. അതായത് കഴിഞ്ഞ പെസഹ വ്യാഴത്തിൻ്റെ അന്നൊറ്റ ഞാനിവിടെ വന്നതാണ്. അതിന് ശേഷം പിന്നെ ഇതാ ഇന്നാണ് വരുന്നത്. കാരണം ഫുള്ള് നാട്ടിലുണ്ടായിരുന്നില്ല, ഫുൾ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടെ എന്തൊക്കെയാണ് ഫിനിഷിങ് വർക്കുകൾ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഇതാ മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ എക്സോസ്റ്റ് അടുക്കള കിച്ചണിൽ നിന്നുള്ള എക്സോസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രിൽ ടൈപ്പാണ്, എക്സോസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് ഇതൊന്നും കാണുന്നില്ല. ഇനി അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വാവ്, TV യൂണിറ്റ് അതാണ് നമ്മളുടെ മെയിൻ. അതേപോലെ ഷെൽഫ് അടിച്ചായിട്ടില്ലേ, ഷെൽഫ് അടിച്ച് എല്ലാം ബോക്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ ഡൈനിങ്ങിൻ്റെ കിച്ചണിൻ്റെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിച്ചണിൽ ജസ്റ്റ് പാത്രങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വരുന്നത് ഇതാട്ടോ, എക്സോസ്റ്റ് എടുത്ത് ഇത് തലതിരിച്ചിട്ടാണല്ലോ കൊടുത്തത്. ലുക്കർ മുകളിൽ തലതിരിഞ്ഞ് തന്നേക്കും. അതൊന്നും കുഴപ്പമില്ല, അതിലൊന്നും കാര്യമില്ല. പിന്നെ നമ്മളുടെ സ്റ്റെപ്പിൻ്റെ അടിയിലെ വേറെ ഇപ്പം എന്തല്ല, ഫുള്ള് കാട് പിടിച്ചു കേട്ടോ. ഇപ്പോൾ ഒന്നരാടം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് കാട് പിടിച്ചു. KCBക്കാർ നല്ല വലിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ മീറ്റർ മാറ്റി വയ്ക്കാൻ വന്നിട്ടില്ല കേട്ടോ. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായാലും ചോദിച്ചുകൊണ്ട്. ഇതുവരെ അവർ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നും കൂടെ വിളിച്ച് നോക്കണം. സ്റ്റെപ്പിൻ്റെ അടിയിലൊക്കെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വാവ്, ബീഡിങ് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടോ. അതല്ലേ ഫ്രെയിം പോലെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ വാതിലൂടെ അടച്ചു കഴിഞ്ഞാൽ അല്ലേ, വാതിലൂടെ അടച്ചു ഇതാ നമ്മുടെ TV യൂണിറ്റാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് TV യൂണിറ്റ്? എങ്ങനെയുണ്ട്? ഉസാറായില്ലേ? ഇവിടെ TV യൂണിറ്റിൽ 2 ബോക്സ്, ഇതാണ് ഗ്ലാസ് ഇട്ടിട്ടുള്ളൊരു ബോക്സും ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബോക്സും. പിന്നെ ഈ അറ്റത്ത് ചെറിയൊരു ഓപ്പൺ സ്പേസ് പോലെ. അതായത് നമുക്ക് TV യൂണിറ്റിനുള്ള TVയുടെ ഫ്രെയിം വയ്ക്കാനുള്ള സ്റ്റാൻഡ് വയ്ക്കാനുള്ള ഇതാണ് കൊടുത്തേക്കണേ. ഇനി ഇതിനകത്ത് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളുടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഇതെങ്ങനെയാണ് ഇങ്ങോട്ട് തുറക്കണേ? ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മളുടെ ഇലക്ട്രിസിറ്റിയുടെ മറ്റേ ബോക്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഈ രീതിക്ക് ചെയ്തു, സംഭവം ഉഷാറായില്ലേ? അപ്പോൾ അങ്ങനെ പിന്നെ ഈ സൈഡെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇനി സ്റ്റിക്കർ ഒട്ടിക്കണം കേട്ടോ, വാൾപേപ്പറുകൾ ഒട്ടിക്കണം. ഇനി ഇതിലെല്ലാം വാൾപേപ്പറുകൾ ഒട്ടിക്കാനുണ്ട്. വാൾപേപ്പറെല്ലാം വാങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മളുടെ എല്ലാം ഫ്രെയിം അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത്രയും, ഇനി ഇതിൽ കൂടുതൽ ഒരു ഫിനിഷിങ് വർക്കിലേക്ക് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് മാത്രമേ ക്ലോസ് ചെയ്യാനുള്ളൂ. ഈ കാണുന്ന സൈഡിൽ ഇത് മാത്രമേ ക്ലോസ് ചെയ്യാനുള്ളൂ. അത് പോളികാർബൺ ഷീറ്റ് കൊണ്ട്, പ്ലെയിൻ ബ്ലാക്ക് കളറ് പോളികാർബൺ ഷീറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അളവെടുത്തിട്ട് കട്ട് ചെയ്ത് പുറത്തുനിന്ന് തന്നെ സ്ക്രൂ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യണം. അതുകൂടെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ ഇതൊക്കെ തന്നെ അപ്ഡേറ്റ്സ് ഉള്ളൂ, വേറെ ഒന്നും നിലവിലില്ല. റൂമിൽ എന്താ ഉള്ളത്, റൂമിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തെന്ന് പറയണേ, നമ്മുടെ ഈ TV യൂണിറ്റും കാര്യങ്ങളും വർക്ക് കഴിഞ്ഞ TV യൂണിറ്റിൻ്റെ അഭിപ്രായം കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് സിറ്റ് ഔട്ടിൻ്റെ വർക്കാണ്. സിറ്റ് ഔട്ടിൻ്റെ വർക്കും പിന്നെ നമ്മൾ പറഞ്ഞ ആ മുകളിലുള്ള അതിനകത്ത് മറ്റേ പോളികാർബണിൻ്റെ ഷീറ്റ് അടിക്കാനും
അതോടെ ചെയ്തിട്ട് നമ്മൾ എന്തായാലും വീട് കുടിയിരിക്കുകയാണ്. അത് എന്ന് എന്നുള്ള എന്തായാലും ഈ മാസം ഉണ്ടാവും, ഈ മേടമാസത്തിൽ എന്തായാലും കുടിയിരിക്കലുണ്ടാവും. പിന്നെ നമ്മളുടെ മുമ്പിലെ ഈ പാറയുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ചിട്ടാണ് ഈ പാറ ഇതെല്ലാം ഫുള്ള് ഒന്ന് മാന്തി എടുക്കാണ്ട് JCB കൊണ്ടുവന്നിട്ട് പിന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ലെവലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.